ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ശുക്രൻ എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ്. നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ ശുഭനായിട്ട് രാശിക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ മാറ്റങ്ങളൊക്കെ അനുഭവത്തിൽ വരും. ശുക്രരാശിമാറ്റം നടക്കുന്നത് നവംബർ മാസം 2-ാം തീയതിയാണ്. ഈ ശുക്രരാശിമാറ്റത്തിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് നോക്കിയാൽ, ശുക്രൻ ഇപ്പോൾ കന്നിരാശിയിലാണ്. കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് ശുക്രൻ്റെ രാശിമാറ്റം നടക്കുകയാണ്. തുലാം എന്ന് പറയുന്നത് ശുക്രൻ്റെ സ്വന്തം രാശിയാണ്, സ്വന്തം ക്ഷേത്രം. എപ്പോഴൊക്കെയാണോ ശുക്രൻ ഇടവം തുലാം ശുക്രൻ്റേതായിട്ടുള്ള രാശികളിൽ എത്തുന്നത്, ആ സമയത്ത് ശുക്രൻ പൂർണ്ണ ബലവാനാവുകയും മാളവ്യയോഗം എന്ന യോഗം ആ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് നൽകുകയും ചെയ്യും. ഇവിടെ നവംബർ 2-ന് ശുക്രരാശി മാറ്റം തുലാം രാശിയിലേക്ക് ശുക്രൻ വരുമ്പോൾ 12 രാശികളിൽ വരുന്ന ഒരു 7 രാശികളിൽ ഉൾപ്പെട്ടവരെ സംബന്ധിച്ച് ആ 7 രാശിക്കാർക്ക് അത്യുത്തമമായ മാളവ്യയോഗം എന്ന യോഗം അനുഭവത്തിൽ വരും. ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, ലൗകിക സുഖങ്ങളാണ് മാളവ്യയോഗം നൽകുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ശുക്രമഹാദശ നടക്കുന്നവരുണ്ടോ, അതല്ല നിങ്ങളുടെ ലഗ്നത്തിന് ശുഭനായിട്ടുള്ള ശനിയുടെയോ ബുധൻ്റെയോ ഒക്കെ ദശ നടക്കുന്നവരെ സംബന്ധിച്ചും ഈ പറയുന്ന മാളവ്യയോഗം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ്. എല്ലാ വീഡിയോയിലും ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒന്നാണ്, നമ്മുടെ ജനന ജാതകത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി പലരും യൂട്യൂബിലും മറ്റും രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും നമ്മളെ വളരെയധികം സ്വാധീനിക്കും. ഇനി ഏതൊക്കെ രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കാണ് തുലാം രാശിയിൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുമ്പോൾ മാളവ്യയോഗം, ആ യോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ എന്ന് പറയുന്നത് ഇടവം രാശി ജനിച്ചവർക്ക് രാശിയുടെ അധിപനാണ്. അതുപോലെ ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും പൂർണ്ണ ശുഭനായ ശുക്രൻ നിങ്ങൾക്ക് 6-ാം ഭാവത്തിലേക്ക് വരികയാണ്. 6-ാം ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം 6-ാം ഭാവത്തിൽ ശുക്രൻ തൻ്റെ മറ്റൊരു രാശിയായ തുലാത്തിൽ സഞ്ചരിക്കുന്ന അത്യപൂർവമായ കാലഘട്ടം മാളവ്യയോഗം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ മാളവ്യയോഗം അനുഭവത്തിൽ വരുന്നത് എന്ന് നോക്കിയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖ ദുരിതങ്ങളും ഈ യോഗം വരുന്നത് മൂലം അങ്ങനെയുള്ള എല്ലാ കഷ്ടതകളും വിട്ടുമാറും എന്നുള്ളതാണ്. പൊതുവെ ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് അവരവരുടെ ജീവിതത്തെ പിന്നോട്ട് നയിക്കുന്നതും ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒന്നുമാണ് സാമ്പത്തികപരമായ പ്രതിസന്ധികൾ, ആ പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു നല്ല കാലഘട്ടമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. എത്ര വലിയ ഒരു പണം സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ള നല്ല വഴികൾ തുറന്നു കിട്ടുകയും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ ഒക്കെ കൈകളിലേക്ക് പണം വന്നു ചേരുക, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. ഒരുപാട് നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ അല്ലെങ്കിൽ ആശുപത്രിവാസങ്ങൾ, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊക്കെ പൂർണ്ണമായിട്ടുള്ള മാറ്റം വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വീണ്ടും കിട്ടുകയും അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട, അങ്ങനെ ആശുപത്രിവാസം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുകയും ചെയ്യും. ഇടവം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോകുന്നത്, അവരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായ മാറ്റം, മോചനം ലഭിക്കും. പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്ന അനുഭവം ഒക്കെ ഉണ്ടാകും. എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നേരിടുന്ന അനാവശ്യമായിട്ടുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ ശത്രുതകളോ, നിങ്ങളെ ശത്രുവായിട്ട് കാണുന്ന അവസ്ഥയോ, നല്ലത് ചെയ്താൽ പോലും തിരിച്ച് ഒരു നന്മ ലഭിക്കാതെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങൾ
ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ അത് സ്വന്തം ബന്ധങ്ങളിൽ നിന്നോ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിലൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന കാലഘട്ടമാണ്. ശുക്രൻ നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ ആധിപത്യം, കാരകത്വം വഹിക്കുന്നുവോ ആ ഗുണങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും നിങ്ങളുടെ മനസ്സിന് ആഗ്രഹമുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് സംഭവിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടു പോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനാകാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും രോഗങ്ങളും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും, കേസ് വഴക്കുകളും ഒക്കെ വിട്ടുമാറി ഇടവം രാശിയിൽപ്പെട്ട ഓരോ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും ഏറ്റവും ഉത്തമമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ശുക്രൻ നിങ്ങൾക്ക് നൽകും. ദാമ്പത്യ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കും. ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നവംബർ 2 മുതൽ ആ ശുക്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മാളവ്യ യോഗം നിങ്ങളിലേക്ക് ലഭിക്കുന്നത് മൂലം ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരും. നിങ്ങൾ ഓരോരുത്തരും എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച, ഓരോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചും ആഗ്രഹങ്ങൾ വ്യത്യാസമായിരിക്കും. അവരവരുടെ പ്രയത്നങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് പൂർത്തിയാവുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയം, നല്ലൊരു കാലഘട്ടമാണ് നവംബർ 2 മുതൽ ആരംഭിക്കുന്നത്. ശുക്രൻ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ലൗകിക സുഖങ്ങൾ, നന്മകളൊക്കെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിര നക്ഷത്ര ജാതകർക്ക് എല്ലാവിധ നന്മകളും ഈ ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അത്യുത്തമമായ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് നവംബർ 2 മുതൽ. ശുക്രൻ തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മാളവ്യ യോഗം അനുഭവത്തിൽ വരും. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് പൂർവ്വപുണ്യ സ്ഥാനത്തിൻ്റെ അധിപതി. അതായത് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ നിങ്ങൾക്ക് തുലാത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കത് പൂർവ്വപുണ്യസ്ഥാനമായിട്ട് തന്നെ വരുന്നു. പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ സർവ്വശ്രേഷ്ഠമായ മംഗളകരമായ കാലമാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്തു തന്നെയായാലും ആ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഒരു വളരെ നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി സ്വന്തമായ ഭൂമി, ഗൃഹത്തിനൊക്കെയുള്ള യോഗം ആരംഭിക്കുന്ന കാലഘട്ടമാണ്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ സ്വത്തുവകകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. പിതാവ് അല്ലെങ്കിൽ പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഗുണങ്ങൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് വന്നു ചേരും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത് മിഥുനരാശിക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയം, അതുപോലെ വിദേശ ജോലിയോ വിദേശ പഠനമോ ഒക്കെ അനുഭവത്തിൽ വരും. കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളുടെ കുട്ടികളുടെ മംഗല്യ കാര്യത്തിൽ, അതായത് വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ അവരവരുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ വരും. അവരവരുടെ കുട്ടികളാൽ നിങ്ങൾ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് മാതാപിതാക്കൾക്കും മനസ്സിന് സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായ കാലഘട്ടമാണ്. ശുക്രൻ 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കും. അതിനായിട്ട് ഏതെങ്കിലും ചികിത്സകളൊക്കെ നടത്തി വരുന്നവരുണ്ടെങ്കിൽ ആ ചികിത്സകളൊക്കെ ഫലത്തിൽ, അനുഭവത്തിൽ വരുന്ന ഒരു ഫലപ്രദമാകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. എല്ലാം കൊണ്ടും നിങ്ങളുടെ ലൗകികപരമായ ജീവിതത്തിൽ ഈ ശുക്രൻ്റെ രാശിമാറ്റം വളരെ വലിയ സ്വാധീനമുണ്ടാക്കും. ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകും.
ഈ ഒരു സമയം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരുന്ന സമയമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലവുകൾ ധാരാളമായിട്ട് ശുഭച്ചിലവുകളാണെങ്കിലും ആ ചിലവുകൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളിൽ അതുപോലെ ധനം വന്നു ചേരണം. അപ്പോൾ ധനപരമായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ടാകും. ശുഭകരമായ ചിലവുകൾ എന്ന് പറയുമ്പോൾ പലരെയും സംബന്ധിച്ച് ഒരു വണ്ടി വാഹനത്തിനുള്ള യോഗം, ഭൂമി ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരുകയും കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ വന്നു ചേരുന്ന സമയവുമാണ്. അതുപോലെ വിദേശ ജോലി, വിദേശ യാത്രയൊക്കെ അനുഭവത്തിൽ വരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മം സംബന്ധിച്ച് നിങ്ങൾക്കൊരല്പം യാത്രകൾ, നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും യാത്രകൾ അനുഭവത്തിൽ വരിക. യാത്രകളിൽ കൂടെ നേട്ടങ്ങൾ ലഭിക്കുന്ന സമയം. ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ക്ഷേത്രങ്ങളോ ഒക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയം മിഥുനരാശിക്കാർക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടമാണ് എന്ന് വീണ്ടും എടുത്തു പറയുന്നു. നിങ്ങളുടെ ലൗകികപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ലഭിക്കുക, ശുഭകരമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹം ഒക്കെ വന്നു ചേരുന്ന സമയം. അതുപോലെ മിഥുനരാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ഒരു പുനർവിവാഹത്തിനായിട്ട് ശ്രമിക്കുന്നത് അവർക്കും സമയം ഏറ്റവും അനുകൂലമാണ്. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തൂ. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ. ആ മാളവിയോഗം പൂർണ്ണമായി ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് മാളവിയോഗം അനുഭവത്തിൽ വരുന്ന സമയമാണ്. കന്നിരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധനകാരകൻ, പണത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ നിങ്ങൾക്ക് രണ്ടാം ഭാവമായ ധനസ്ഥാനത്തേക്ക് തന്നെ വരുന്ന സർവശ്രേഷ്ഠമായ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ഇവിടെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയം എന്നുള്ളതാണ്. നിങ്ങൾ എത്ര വലിയ കടബാധ്യതകളുള്ള വ്യക്തിയാണെങ്കിലും, ഏത് തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം, പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് പല വഴികൾ തുറന്നു കിട്ടും. നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരുന്ന ഒരനുഭവം ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾക്കൊരു സമാധാനമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. പലരെയും സംബന്ധിച്ച് പലർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് ഇത്രമേൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ കടബാധ്യതയുണ്ട്, പെട്ടെന്ന് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ട് ഇതിനെയൊക്കെ മറികടന്ന് പോകുവാൻ സാധിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു നല്ലത് നടക്കണമെങ്കിലും ഒരു മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കണമെങ്കിലും ഒരുപാട് വർഷത്തെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. അതുപോലെയാണ് ഈ മാളവിയോഗം. ഈ ശുക്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നത്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിലും നിങ്ങൾക്കതിനെ മറികടക്കുവാനുള്ള ഒരു മാർഗം തെളിഞ്ഞു കിട്ടും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക. ആ പണം നിങ്ങളുടെ പല പ്രശ്നങ്ങളെയും ജീവിതത്തിൽ നിന്ന് അകറ്റി ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ നൽകുന്ന അനുഭവം വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്കൊരു നിലയും വിലയും ഒക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവർ നല്ല വില കൽപ്പിക്കുന്ന ഒരു സമയം. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. കാരണം ശുക്രൻ വാക്ക് സ്ഥാനത്തിൻ്റെ അധിപതി കൂടിയാണ്. കുടുംബ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ ഇടയിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ നിലനിന്നിരുന്ന പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ഒരു ദൃഢത കൈവരുന്ന സമയം. ബന്ധങ്ങൾക്കൊക്കെ ഒരു ദൃഢത വരും. അതുപോലെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുന്നതുമാണ്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ശുക്രൻ നിങ്ങൾക്ക് ധനകാരകൻ മാത്രമല്ല, ഭാഗ്യത്തിൻ്റെ അധിപതി കൂടിയാണ്, ഭാഗ്യാധിപതി. ഭാഗ്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയം ശുക്രൻ മാളവിയോഗത്തോടു കൂടി തുലാം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കന്നിരാശിയിൽപ്പെട്ട പലർക്കും പലതരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വരും. ചിലരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരിക, അപ്രതീക്ഷിതമായി ധാരാളം പണം വന്നു ചേരുക. അതുപോലെ തന്നെ
നിങ്ങളെ സംബന്ധിച്ച് പലർക്ക് സ്വന്തമായ ഭൂമിക്കുള്ള യോഗം, ഒരു ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണം നടത്തി ഗൃഹപ്രവേശം നടത്തുവാൻ വരെയുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ പലതരത്തിലായിരിക്കും വരുന്നത്. ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് നടക്കാതിരുന്ന ഒരു വിവാഹം, അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നത് മൂലമാകാം. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ആരോഗ്യം പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തുന്നത് മൂലം അതും ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിലാണ് നമുക്ക് ലൗകിക ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക്. ഭാഗ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്നു ചേരും. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ധൈര്യമായി ശ്രമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ ആഗ്രഹിച്ച വിദേശ ജോലി ഭാഗ്യമൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരുകയും ചെയ്യും. ലൗകിക ജീവിതത്തിൽ അത്രമേൽ ശുഭത്വം നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ആ ശുക്രൻ നിങ്ങൾക്ക് ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ അധിപതിയാണ്. അതുകൊണ്ട് കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും, സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കന്നിരാശിയിൽ വരുന്ന കുടുംബ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ഉണ്ടാകും. പങ്കാളിയിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന സമയം. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും അതൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു സമയവും, അവരവരുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളാൽ ചെയ്യാൻ സാധിക്കുക, നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന കാലഘട്ടവും ഒക്കെയാണ്. കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം, മാളവിയോഗം വളരെ ശക്തമായിട്ട് അനുഭവത്തിൽ വരികയും ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ. തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും. അങ്ങനെയുള്ള ശുക്രൻ നിങ്ങളുടെ ലഗ്നത്തിൽ തന്നെ സഞ്ചരിക്കുന്ന ഏറ്റവും അത്യുത്തമമായ കാലഘട്ടം, മാളവ്യയോഗം പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട പല വ്യക്തികളുടെയും ജീവിതത്തിൽ പല നിർണായകമായിട്ടുള്ള മാറ്റങ്ങളും അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ്. ലൗകിക ജീവിതത്തിൽ ശുക്രനോളം പോകുന്ന ആ ഗുണഫലം നൽകുന്ന മറ്റൊരു ഗ്രഹമില്ല. ആ ശുക്രൻ നിങ്ങൾക്ക് രാശിയുടെ അധിപനും തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ്. ഈ ഒരു മാളവ്യയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു നല്ല മാറ്റം, ഗുണഫലം അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയാറില്ല ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊരു വലിയൊരു നല്ല മാറ്റം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ. നമ്മൾ വ്യക്തമായി പറഞ്ഞാൽ നമ്മളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം എന്നാണ് അതിനർത്ഥം. ഓരോ മനുഷ്യനും ഓരോ സ്വപ്നങ്ങളുണ്ടാകും. ചിലർക്ക് ഒരു ഭൂമി വാങ്ങണം, കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ഒരു ഗൃഹം നിർമ്മിക്കണം. മറ്റു ചിലരെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹം, ഒരു മംഗല്യഭാഗ്യമുണ്ടാകണം. മറ്റു ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, അതിൽ നിന്ന് മാറ്റമുണ്ടാകണം. മറ്റു ചിലരെ സംബന്ധിച്ച് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളാണ്, കടക്കെണിയിലാണ്, ബാധ്യതകളാണ്. അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കണം. അതുപോലെ മറ്റു ചിലരെ സംബന്ധിച്ച് കുട്ടികളുടെ കാര്യത്തിലുള്ള ആശങ്കകൾ, ബുദ്ധിമുട്ടുകൾ, അതിലൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാകണം. ഇങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഓരോ മനുഷ്യനെ സംബന്ധിച്ചും. തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി, ബിസിനസ്സിലൊക്കെ നല്ലൊരു നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. ആയുരാരോഗ്യ സൗഖ്യമാണ് ശുക്രൻ ഈ ഒരു സമയത്ത് നൽകുന്നത്. അഷ്ടമം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒന്ന് എന്നാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് അഷ്ടമാധിപതിയാണ്. അഷ്ടമത്തിനെ സംബന്ധിച്ച്
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് ഗുണഫലങ്ങൾ പോസിറ്റീവ് ഉള്ള ഒരു ഭാവമാണ് അഷ്ടമം. ആ പോസിറ്റീവ് നല്ല ഗുണഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ആ ഗ്രഹം ശുഭനായിരിക്കണം. നിങ്ങൾക്ക് ശുക്രൻ എന്ന് പറയുന്നത് പൂർണ്ണ ശുഭനായതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഗുണഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങിത്തിരിച്ച് പരിശ്രമിച്ച് ഇനി അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല, ഇനി അത് നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും ഈ സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണ വിജയം വന്നു ചേരും. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള അവസരങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ ശുക്രൻ നിങ്ങൾക്ക് നൽകും. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി തുലാം രാശിയിൽപ്പെട്ട പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലം വന്നു ചേരും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ, ഭാര്യാഭർത്താക്കന്മാർ ജോലി സംബന്ധമായിട്ടോ മറ്റു ചില കാര്യകാരണങ്ങളാലോ രണ്ടുപേരും രണ്ട് ഇടത്ത് ഒക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ആ ഒരു അവസരം, സാഹചര്യം വന്നു ചേരുകയും ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വിവാഹം നടക്കുന്ന സമയം. അതുപോലെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും സമയം അത്രമേൽ അനുകൂലമാണ്. ഈ ഒരു സമയം തുലാം രാശിക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ചിലർക്ക് വിദേശ യാത്രകളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും സമയം വളരെ വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉയർ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ എല്ലാം വളരെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്നൊരു സമയമാണ്. ഇതിനെയൊക്കെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. തുലാം രാശിയിൽപ്പെട്ട ഓരോ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വിജയിക്കുന്ന ഒരു സമയമാണ്. ധൈര്യമായി മുന്നോട്ട് പോകാം. അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരുകയും ജീവിതത്തിലൊരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകും, ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് മാളവ്യയോഗം അനുഭവത്തിൽ വരും. പൊതുവെ ധനു എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയാണ്. വ്യാഴത്തിൻ്റെ രാശികളായ ധനു, മീനം ലഗ്നക്കാർക്ക് ശുക്രൻ ഏറ്റവും വലിയൊരു പാപഗ്രഹമാണ്. പൊതുവെ ഗുണഫലങ്ങൾ നൽകുന്നില്ല. എന്നാൽ ഈ ഒരു ശുക്രരാശി മാറ്റം എങ്ങനെയാണ് ധനുരാശിക്കാർക്ക് ആ ഒരു മാളവ്യയോഗം, ഒരു നന്മകൾ നൽകുന്നത് എന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് ശുക്രൻ സഞ്ചരിക്കുന്നത് തുലാം രാശിയിലേക്ക് വരുമ്പോൾ അത് 11ാം ഭാവമായ ഉപജയസ്ഥാനത്തിലെ സർവ്വശ്രേഷ്ഠമായ സ്ഥാനമായ 11ാം ഭാവമായിട്ടാണ് വരുന്നത്. പൊതുവെ ഒരു രാശിക്ക് പാപനായിട്ടുള്ള ഗ്രഹം എപ്പോഴാണോ രാശിക്ക് സർവ്വശ്രേഷ്ഠമായ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ആ സമയത്ത് ആ ഗ്രഹത്തിൻ്റെ പാപത്വം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ആ ഗ്രഹം എന്ത് ദോഷഫലങ്ങളാണോ നൽകേണ്ടത് അതിന് നേർ വിപരീത ഫലം നൽകുമെന്നുള്ളതുമാണ് ശാസ്ത്രം. ഇവിടെ ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും പാപനായ ശുക്രൻ 11ാം ഭാവമായ ഉപജയസ്ഥാനത്തെ സർവ്വശ്രേഷ്ഠമായ സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്നിരുന്ന പണം 10 രൂപ കയ്യിൽ വന്നാൽ അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം, കടം മറ്റുള്ളവരേത് വാങ്ങി വരെ ഓരോ കാര്യങ്ങൾക്കും ചിലവഴിക്കേണ്ട ഒരു അനുഭവം, എത്ര കൈകളിലേക്ക് വന്നാലും ഒന്നും മിച്ചമില്ലാത്ത അവസ്ഥയാണ് ധനുരാശിയിൽപ്പെട്ട പലർക്കും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അത് നിങ്ങൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്ന സമയം. അതുമാത്രമല്ല, ധാരാളം ധനവരവ് അപ്രതീക്ഷിതമായി ധനുരാശിക്കാർക്ക് വന്നു ചേരുകയും അത് ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക, ചെറുതാണെങ്കിലും നിങ്ങൾക്കതൊരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ശുക്രൻ നിങ്ങൾക്ക് നൽകും. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ അധിപതി കൂടി ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറ്റി നൽകുന്ന അനുഭവം ഉണ്ടാകും.
ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറും. അനാവശ്യമായ ശത്രുതകൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം, ഒരു തെളിച്ചം നൽകുന്ന ഒരു അനുഭവം ഉണ്ടാകും. മനസ്സിനും ശരീരത്തിനും ഒരു സമാധാനം, സുഖം, സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾക്കും ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ധനുരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ സാധിച്ചു വരേണ്ട കാര്യങ്ങൾക്കൊക്കെ പല പ്രാവശ്യം കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് പലരെയും സംബന്ധിച്ച്. അതുപോലെ ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ഏറ്റവും കൂടുതൽ വ്യക്തികളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ധാരാളമാണ്. വിവാഹം കഴിഞ്ഞ് വിരലിലെണ്ണാവുന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളായി രണ്ടുപേരും 2 സ്ഥലത്ത് അല്ലെങ്കിൽ 2 വീടുകളിലായിട്ടൊക്കെ താമസിക്കേണ്ട അനുഭവം. അതുപോലെ മറ്റു ചിലരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ വേർപിരിഞ്ഞ് കഴിയേണ്ട അനുഭവം. അങ്ങനെ പലതരത്തിൽ ദാമ്പത്യപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് കൂടുതലും മൂലം, പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന നിങ്ങളുടെ ദാമ്പത്യത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളുമൊക്കെ പരിഹരിച്ച് ആ ജീവിത പങ്കാളികൾ തമ്മിൽ പരസ്പരം ഒരു അന്യോന്യം, പരസ്പരം ഒരു മനസ്സിലാക്കൽ, ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുകയും ആ ദാമ്പത്യ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന വ്യക്തികൾക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മൂലം, പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങളായിരുന്നു. അതൊക്കെ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് പുനർവിവാഹത്തിന് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയവും കൂടിയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും, പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ശുക്രൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ നൽകും. എല്ലാവിധത്തിലുള്ള മനപ്രയാസങ്ങളും, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും, സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും ഒരു സമാധാനം, സുഖം, സന്തോഷം, സ്വസ്ഥത ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ മുൻപിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് പല വഴികൾ തുറന്നു കിട്ടുകയും നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടിത്തറ നൽകുന്ന തരത്തിൽ, ഒരു അടിസ്ഥാനമാകുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ ഓരോ ധനരാശിക്കാർക്കും അനുഭവത്തിൽ വരും. ധനരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. സമാധാനമായി മുന്നോട്ട് പോകും. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ശുക്രരാശി മാറ്റം മാളവ്യയോഗത്തോടുകൂടി നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്കും മാളവ്യയോഗം അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് കർമ്മകാരകനായ ഗ്രഹമാണ്. അതായത് 10ാം ഭാവമായ കർമ്മസ്ഥാനം, ജീവനസ്ഥാനത്തിൻ്റെ അധിപതി. അങ്ങനെയുള്ള ശുക്രൻ നിങ്ങൾക്ക് തുലാം രാശിയിലേക്ക്, സ്വന്തം രാശിയായ തുലാത്തിൽ സ്വക്ഷേത്ര ബലവാനായി മാളവ്യയോഗത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ ആ രാശി നിങ്ങൾക്ക് 10ാം ഭാവമായ കർമ്മസ്ഥാനമായിട്ട് തന്നെ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ മകരം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റത്തോടുകൂടി അനുഭവത്തിൽ വരുന്ന ഏറ്റവും വലിയ നേട്ടം, ഗുണഫലം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കർമ്മസംബന്ധമായ എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറും എന്നുള്ളതാണ്. ജോലി ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ചിട്ടുള്ള ഒരു ജോലി ലഭിക്കുന്ന സമയം. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളോ, പ്രതിസന്ധികളോ, ബുദ്ധിമുട്ടുകളോ ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖല വളരെ സുഖകരമായി മുന്നോട്ട് പോവുക. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ച അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റം, ഇടം മാറ്റം ഒക്കെ ലഭിക്കുന്ന സമയം. കുറച്ചധിക കാലങ്ങളായി ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. കർമ്മ മേഖലയിൽ കൂടെ വളരെയധികം ഉയർച്ച, ധനനേട്ടം, അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനക്കയറ്റം ഒക്കെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്.
സ്വന്തമായിട്ടൊരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ നേരിട്ടിരുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. സാമ്പത്തികപരമായിട്ടൊരു സ്ഥിരത നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ലാഭം, നേട്ടങ്ങൾ വന്നു ചേരുക. പലർക്കും ഒരു പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള അവസരം, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളൊരു വ്യക്തികളെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു ബിസിനസ്, പുതിയൊരു ബിസിനസ് സംരംഭം ആരംഭിക്കാനുള്ള ഏറ്റവും നല്ല സമയത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണിത്. കർമ്മസംബന്ധമായി വളരെ നല്ല നേട്ടങ്ങൾ, നല്ല മാറ്റങ്ങൾ ഓരോ മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നതുമായിരിക്കും. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ അതിലേറ്റവും ഉന്നതിയിൽ ഉയർച്ചയിലെത്തുന്ന അത്യുത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ മകരം രാശിക്കാർക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയം, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു ഫലം ലഭിക്കുന്ന അനുഭവം വന്നു ചേരും. അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവസരം വന്നു ചേരുക. പലർക്കും ഒരു ഉയർന്ന വിദ്യാഭ്യാസം, പുതിയ കോഴ്സുകളിലൊക്കെ ചേരാനുള്ളൊരു സാഹചര്യം, അതുപോലെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വിദേശ പഠനത്തിനൊക്കെ ഉള്ളൊരു സാധ്യത, അതിനുവേണ്ടി ഏതെങ്കിലും ബാങ്ക് ലോണൊക്കെ സമീപിച്ചിരുന്നവർക്ക് അതൊക്കെ ലഭിച്ച് കുട്ടികൾക്കൊരു വിദേശ പഠനം ഒക്കെ, വിദ്യാഭ്യാസത്തിനൊക്കെ വഴി തെളിയുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ്. അതുപോലെ വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്ന മകരം രാശിക്കാർക്കും സമയം വളരെ ഉത്തമമാണ്. ധൈര്യമായി പരിശ്രമിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദേശ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്കും നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായിരുന്ന പല തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം നിങ്ങളിലേക്ക് വന്നു ചേരുക. അതുപോലെ പലരും ഒരു താൽക്കാലിക രീതിയിലൊക്കെ അന്യദേശത്തൊക്കെ പോയി ഒരു ജോലിക്കായിട്ട് പരിശ്രമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു നല്ല ജോലി, സ്ഥിരതയുള്ള ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി പലർക്കും സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുവാനുള്ള യോഗം ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ താമസിച്ചു വരുന്ന ഭവനം ഒന്ന് പുനർനിർമ്മിക്കാൻ, പുതുക്കി പണിയുവാനുള്ള അവസരം, അതുപോലെ പുതിയതായിട്ടൊരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം, അങ്ങനെയുള്ള പല നന്മകളും നല്ല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. പിതാവിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ പൂർവിക വഴിയിലൊക്കെ ഏതെങ്കിലും ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ലഭിക്കാനുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ, നല്ല നല്ല നേട്ടങ്ങൾ, കർമ്മസംബന്ധമായിട്ടും ലൗകിക ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. കർമ്മത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് ഒരു ശ്രേഷ്ഠത കൈവരുമ്പോൾ സാമ്പത്തികപരമായ നേട്ടങ്ങളുണ്ടാകും. അതുമൂലം ജീവിതത്തിലെ പല സാമ്പത്തിക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി നമ്മുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും. കുറച്ച് കാലങ്ങളായി സന്താനങ്ങളെയൊക്കെ, കുട്ടികളെ പിരിഞ്ഞു കഴിയുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് സന്താനങ്ങൾ, കുട്ടികളോടൊപ്പം ജീവിക്കാനുള്ളൊരു അവസരം ഈശ്വരൻ നൽകും. അതുപോലെ അപ്രതീക്ഷിതമായി കുട്ടികളിൽ നിന്ന് നല്ല ഗുണഫലങ്ങൾ, മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ മകരം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഈ ഒരു സമയം മകരം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു സമയമാണ്. ശുക്രൻ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്താൽ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ വിട്ടുമാറി നല്ലൊരു മാറ്റം, മുന്നേറ്റം ജീവിതത്തിൽ വരും. മനസ്സമാധാനം, സുഖം, സന്തോഷം മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ശുക്രരാശി മാറ്റം മാളവ്യ യോഗത്തോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനാണ് കുംഭം രാശിക്കാർക്ക്. അങ്ങനെയുള്ള ശുക്രൻ തുലാം രാശിയിൽ സ്വന്തം രാശിയായ തുലാത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് മാളവ്യയോഗത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കത് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കുറേ കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം എന്നുള്ളതും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് നൽകുന്നത്. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഒരു ഗ്രഹമാണ്.
കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊതുവെ കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെ സംബന്ധിച്ച് സുഖാനുഭവങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് അധികം പേരും. മാനസികമായിട്ടൊരു സ്വസ്ഥതക്കുറവ്, സമാധാനക്കുറവ്, മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം, ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഈ ഒരു ശുക്രരാശിമാറ്റം നൽകും. പിന്നീട് എടുത്തു പറയേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആരോഗ്യപരമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളും കുംഭം രാശിയിൽപ്പെട്ടവരിൽ കുറവല്ല. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിവാസങ്ങൾ, ചിലരെ സംബന്ധിച്ച് വണ്ടി വാഹനങ്ങളിൽ നിന്നൊക്കെ ഉള്ള ചെറിയൊരു അപകടങ്ങൾ, ഒടിവുകൾ, ചതവുകളൊക്കെ അപ്രതീക്ഷിതമായി സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ആരോഗ്യപരമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അതൊക്കെ ഈ ഒരു സമയത്ത് പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരം ഒരു സൗഖ്യം പ്രാപിക്കുക, പൂർണ്ണ സുഖം പ്രാപിക്കുക, ശരീരത്തിനൊരു പുത്തനുണർവും ആരോഗ്യവും ഒക്കെ വീണ്ടും കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലും മാനസികമായും ശാരീരികമായും ഒക്കെ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തിൻ്റെ അധിപതി കൂടിയായതുകൊണ്ട് കർമ്മം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നല്ല മാറ്റങ്ങൾ, ഉയർച്ചകളൊക്കെ ലഭിക്കും. സ്വന്തമായൊരു ബിസിനസ്, തൊഴിൽ ചെയ്യുന്ന കുംഭം രാശിക്കാർക്കും ഈ ശുക്ര രാശിമാറ്റം അത്യുത്തമമാണ്. വളരെ വലിയ മാറ്റങ്ങൾ, വളരെ വലിയ നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സാമ്പത്തികപരമായിട്ടുള്ളൊരു നേട്ടങ്ങൾ കുംഭം രാശിക്കാർക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനവരവുണ്ടാവുക, ആ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മറികടക്കാനുള്ള ഒരു അവസരം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. നല്ല രീതിയിൽ കുംഭം രാശിക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഇത്. മാതാവ് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായം, ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് ഭൂമിയായിരിക്കും, ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു ഗുണഫലം, മറ്റു ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചെയ്യും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യമൊക്കെ പൂർണ്ണമായിട്ട് വീണ്ടും കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല നേട്ടങ്ങൾ വന്നു ചേരും. ശുക്രൻ സുഖസ്ഥാനത്തിൻ്റെ അധിപതിയായതുകൊണ്ട് ഒരു മനുഷ്യന് സുഖം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നല്ല ആരോഗ്യമുണ്ടാകണം, അവരവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടിയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി, ഒരു ധനവരവ് ഉണ്ടാകണം. വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സുഖം, സമാധാനം ഉണ്ടാകണം. കർമ്മം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമുണ്ടാകണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഒരു സുഖം, സമാധാനം ലഭിക്കുക. നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ഒരു സമാധാനം, സുഖം, സന്തോഷം നൽകുന്ന നല്ല നല്ല അനുഭവങ്ങളാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ നൽകും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹത്തിന് ശ്രമിക്കുന്ന വിവാഹപ്രായത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാർക്കും നിങ്ങളുടെ കർമ്മമേഖലയിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, നന്മകളൊക്കെ ലഭിക്കും. ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു രാജ്യത്തേക്കൊക്കെ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു ജോലിക്ക് മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ശ്രമിക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ, ജോലി ഭാഗ്യങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. കാരണം ശുക്രൻ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നമ്മുടെ കർമ്മം എന്താണോ അതിലൊക്കെ ഏറ്റവും നല്ല ശ്രേഷ്ഠത നൽകുന്ന സമയമാണ്. ധൈര്യമായി ശ്രമിച്ച് മുന്നോട്ട് പോകാം. ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ കുംഭം രാശിക്കാർക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അത്യുത്തമമായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ശുക്രൻ മാളവ്യ യോഗത്തോടു കൂടി നൽകുന്നത്. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും.
ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ആ മാളവ്യ യോഗം സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.